പരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടാം. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. എഫേസ്യർ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിക്കും. പ്രൈസലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും. പ്രൈസലോ. ഇപ്പം പ്രാർത്ഥനയ്ക്ക് അങ്ങനെ പ്രത്യേക ഒരു സമയമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. മനുഷ്യൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് മാത്രം വേറെ സമയം ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതു നേരത്തും പ്രാർത്ഥിക്കുവാനുള്ള ഒരാത്മാവിന്റെ നിയോഗം നിങ്ങൾക്കുണ്ടായിരിക്കണം. പ്രൈസലോ. ഇതുകൊണ്ട് നിങ്ങൾ ഏതു നേരത്തും ഏതു സമയത്തും സകല പ്രാർത്ഥനയാലും യാചനയാലും കർത്താവിന്റെ സന്നിധിയിലേക്ക് വരണം. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ജീവിതത്തിൽ, ജോലിയില്, യാത്രയില്, നിങ്ങളുടെ കഷ്ടതയില്, നിങ്ങളുടെ നന്മയില്, ഉയർച്ചയില്, നിങ്ങളുടെ ആരോഗ്യത്തില്, നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ, നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങൾ ഏതായിരുന്നാലും അവിടെ നിങ്ങളുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുവാൻ ഏറ്റവും അതിപ്രധാനമായ ഒരു ഘടകം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രൈസലോ. പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥന സ്വീകരിക്കുന്ന ഒരു ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥ ചെയ്യുന്ന യേശുക്രിസ്തു ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ജീവൻ ഉണ്ടാകത്തുള്ളൂ. പ്രൈസലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ പല പ്രാർത്ഥനയ്ക്കകത്തും ജീവനില്ല. പ്രൈസലോ. എല്ലാ ജൽപ്പനങ്ങളായി മാറി. ഹല്ലേലൂയ. മനുഷ്യന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നതും നമ്മെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവന്നതും പ്രാർത്ഥിക്കേണ്ട വിധങ്ങളും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും ഏത് നേരത്തെ ഏത് സാഹചര്യത്തിൽ ഒക്കെ പ്രാർത്ഥിക്കണമെന്നൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തി തന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. അപ്പം ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേക സമയമില്ല. ആ വ്യക്തിക്ക് ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും അല്പസമയം കിട്ടിയുള്ളെങ്കിലും ആ മനുഷ്യൻ പ്രാർത്ഥനയിൽ ശക്തനായി മാറണം. പ്രൈസലോ. വേദപുസ്തകം പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാരെല്ലാം പ്രാർത്ഥിച്ചിരുന്നു. പൗലോസിനെ സംബന്ധിച്ച് ശക്തനായ പ്രാർത്ഥന മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് ഇതൊക്കെ പറയുവാൻ കാരണം. ഹല്ലേലൂയ. അപ്പം ദൈവസന്നിധിയിൽ വരുന്നതിന് നേരമോ കാലമോ നോക്കേണ്ട ആവശ്യമില്ല. ദൈവസന്നിധി വരുന്നതിന് നേരവും കാലവും നോക്കേണ്ട കാര്യമില്ല. മനുഷ്യൻ യാത്ര പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ രാഹുകാലം, ഗുളികകാലം, പിന്നെ എന്ത് വേണ്ട ഒരുപാട് കാലങ്ങൾ നോക്കും, പിന്നെ ലക്ഷണങ്ങൾ നോക്കും, മുഹൂർത്തങ്ങൾ നോക്കും. ഹല്ലേലൂയ. അങ്ങനെ പലതും നോക്കിയ മനുഷ്യൻ പലതും ചെയ്യുന്നത്. എന്നാൽ സത്യവേദ പുസ്തകത്തെ അനുസരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ, അവന് പ്രാർത്ഥിക്കുവാൻ ലോകത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും നിയമങ്ങളും ഒന്നും നോക്കണ്ട. സത്യവേദ പുസ്തകത്തിൽ ഹല്ലേലൂയ ദൈവം തമ്പുരാൻ നമുക്ക് അരുളി ചെയ്തിരിക്കുന്ന ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏതു നേരത്തും ഏത് സമയത്തും നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥിക്കുന്ന എങ്ങനെ? ആത്മാവിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിന്റെ ആത്മാവിനാൽ ആ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് എത്തും. നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ജീവനുള്ള യാഗമായി, ദൈവത്തിന് പ്രസാദകരമായ യാഗമായി അത് ദൈവസന്നിധി വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പൊ ഏത് സമയത്തും നിങ്ങൾ ദൈവസന്നിധി വരണം. അപ്പൊ അത് രാത്രിയായിരുന്നാലും പകലായിരുന്നാലും ഏത് സമയത്തായിരുന്നാലും ആമേൻ, നിങ്ങളെ സൂക്ഷിക്കുന്നതിന് വേണ്ടി, നിങ്ങളെ കുടുംബത്തെ സൂക്ഷിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ തലമുറയെ സൂക്ഷിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളിക്ക് അതിനെ അതിജീവിക്കാൻ വേണ്ടി പ്രാർത്ഥനയ്ക്കായി ഹല്ലേലൂയ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ സന്നിധിക്ക് വരണം. കൃപാസനം നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. കർത്താവിന്റെ കൃപാസനം നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിടക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ യാചനകളെല്ലാം കേൾക്കുന്നതിന് വേണ്ടി ഹല്ലേലൂയ
നമ്മുടെ കർത്താവ് ഉറങ്ങാതെയും മയങ്ങാതെയും ഉണർന്നിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് ഉറങ്ങാതെയും ഹല്ലേലൂയ സ്തോത്രം മയങ്ങാതെ ഉണർന്നിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 121 സങ്കീർത്തനം ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മെ പരിപാലിക്കുന്ന ദൈവമുണ്ട്, നമ്മെ കാത്ത് സംരക്ഷിക്കുന്ന ദൈവമുണ്ട്, നമുക്ക് ആലോചന നൽകുന്ന ദൈവമുണ്ട്, നാം നടക്കുന്ന വഴിയിൽ നമ്മളെ വലക്കൈ പിടിച്ച് നടത്തുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിത, അല്ലെങ്കിൽ ഈ 2026 പ്രാരംഭ നാളുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ പ്രാർത്ഥന ജൽപ്പനങ്ങളായി മാറി, ദൈവം കേൾക്കാത്ത പ്രാർത്ഥനയായി മാറിക്കഴിഞ്ഞപ്പോൾ ഈ 2026 ജീവനുള്ള ദൈവത്വന്റെ സന്നിധി ഏത് നേരത്തും പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിന്റെ പ്രാർത്ഥന ജീവനുള്ളതായി മാറുന്നെങ്കിൽ ആ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചിട്ട് ഹല്ലേലൂയ നിന്റെ കണ്ണുനീരിന്റെ ദൈവം ഒരു മറുപടി തരും. രക്തം ചെയ്യും. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തുണ്ടാകണം? ജീവൻ ഉണ്ടാകണം. പ്രൈസറോ. അപ്പം പ്രാർത്ഥനയ്ക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ ജീവനുള്ള ദൈവമായുള്ള അടുത്ത ബന്ധം നമ്മൾ സ്ഥാപിക്കണം. പ്രൈസറോ. ഹല്ലേലൂയ. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്ന വ്യക്തിയല്ലേ, അപ്പനും മക്കളുമായിട്ട് ജീവിക്കുന്ന വ്യക്തിയല്ലേ? അല്ലെ, അങ്ങനെ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ഒരു കാര്യം പറയുന്നത് നിങ്ങൾ ജീവനുള്ള മനുഷ്യനായതുകൊണ്ടാണ്. നിങ്ങൾ ജീവനില്ലാത്ത മനുഷ്യനായി നിങ്ങൾ മരിച്ച്, അല്ലെങ്കിൽ നിങ്ങളൊരു ജീവനില്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങളോട് നിങ്ങളുടെ ഭാര്യ വന്ന് എന്തെങ്കിലും കാര്യം പറയുമോ? ഒരിക്കലും പറയത്തില്ല. അത് തന്നെ ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നത് അവർക്ക് ജീവനുള്ളത് കൊണ്ടാണ്. ജീവനില്ലെങ്കിൽ ഭാര്യയോട് സംസാരിക്കാൻ പറ്റത്തില്ല. ഇത് തന്നെ അപ്പനും മക്കളും. മക്കൾക്ക് ജീവനുള്ളതുകൊണ്ട് മക്കൾ അപ്പനോട് സംസാരിക്കുന്നു, അപ്പന് ജീവനുള്ളതുകൊണ്ട് അപ്പൻ മക്കളോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് സംസാരം ദൈവം തന്നിരിക്കുന്നതും നമുക്ക് കഴിവും പ്രാപ്തിയും ബുദ്ധിയും ജ്ഞാനവും ഒക്കെ തന്നതും ആമേൻ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രാർത്ഥന ജീവനുള്ളവരോട് ചെയ്യുവാൻ വേണ്ടി, ജീവനുള്ള ദൈവത്തോട് ചെയ്യുവാൻ വേണ്ടി നമുക്ക് ദൈവം പരിജ്ഞാനത്തിൽ കവിയുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മെ നിറച്ചിരിക്കുക. എന്നിട്ടും മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ബുദ്ധിയുടെ പ്രമാണത്തോടനുസരിച്ച് നിൽക്കുക. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, കഷ്ടതകളെയും കഷ്ടപ്പാടിന്റെയും ദുഃഖത്തിന്റെയും കണ്ണുനീരിന്റെ നടുവിലൊക്കെ നമുക്കതിനെ ജയിപ്പാൻ കഴിയണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. നിന്റെ ജീവിതത്തിന്റെ പ്രാർത്ഥന നഷ്ടപ്പെട്ടപ്പോൾ, നിന്റെ ജീവിതത്തിന്റെ പ്രാർത്ഥനയുടെ അനുഭവം നഷ്ടപ്പെട്ടപ്പോൾ, ദൈവമായുള്ള കൂട്ടായ്മ ബന്ധം നീ നഷ്ടപ്പെടുത്തിയപ്പോൾ, ലോകക്കാരോടൊപ്പം നീ കൂട്ടുകൂടാൻ തുടങ്ങി, അല്ലെങ്കിൽ ലോകത്തിന്റെ ഈതങ്ങൾക്കും ലോകത്തിന്റെ സുഖലോലുപങ്ങൾക്ക് നീ മാറിപ്പോയപ്പോൾ, അതിലേക്ക് നീ മനം തിരിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നിന്റെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. പ്രാർത്ഥന നഷ്ടപ്പെട്ടതുകൊണ്ട് എന്ത് ചെയ്തു? കുടുംബത്തിനകത്ത് അരാജകത്വം വന്നു, കുടുംബത്തിനകത്ത് സങ്കടങ്ങൾ വന്നു, കുടുംബത്തിനകത്ത് കണ്ണുനീര് വന്നു, കുടുംബത്തിനകത്ത് അനർത്ഥങ്ങൾ വന്നു. ഹല്ലേലൂയ. അത് നിന്നെ മരണകരമായ അനുഭവത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക, രോഗിയാക്കി മാറ്റും. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഏതു നേരത്തും പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് 18 മുതൽ എഫെസ്യർ 6:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുക. ഈ പുസ്തകത്തിന്റെ 3ാമത്തെ പ്രാർത്ഥനയുമാണിത്. ഞാൻ ഇതിനു മുമ്പൊക്കെ ഇതിന്റെ വേറെ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പം എഫെസ്യർ 1:15-ലും 3:14-ലും 1-2 പ്രാർത്ഥനകൾ കാണും. ഈ പ്രാർത്ഥനയില്ലെങ്കിൽ മറ്റ് ആയുധവർഗം ധരിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ മുകളിലൊരുക്കിയ ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കുക എന്ന് പറയും. ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ച് നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന യുദ്ധസമാനമായ വിഷയങ്ങളെ നേരിടണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. അല്ലേ? ഇന്ന് മനുഷ്യന് സമയമില്ലാത്ത പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ള എന്ത് വെറുക്കൂത്തിനും മനുഷ്യന് സമയമുണ്ട് ഇഷ്ടം പോലെ. ഏത് വെറുക്കൂത്ത് കാര്യങ്ങൾക്കും ഏത് ഹീനമായ കാര്യങ്ങൾക്കും മനുഷ്യന് സമയമുണ്ട് ജീവിതത്തിൽ ഇഷ്ടം പോലെ. അല്ലേ? എന്നാൽ പ്രാർത്ഥിക്കുവാൻ സമയമില്ല. പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ഈ ലോകമൊന്നും അറിയത്തില്ല. പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ആരും പ്രശംസിച്ചതൊന്നും വരത്തില്ല. പ്രാർത്ഥിക്കുന്ന മനുഷ്യരോട് ആരും സഹാനുഭൂതിയൊന്നും കാണിക്കണമെന്നില്ല. കാരണം അവരെ എപ്പോഴും ഒഴിവാക്കി നിർത്തും. എന്നാൽ ലോകം നിന്നെ ഒഴിവാക്കി നിർത്തിയാലും, നീ പ്രാർത്ഥിക്കുന്നതിനെ ലോകക്കാരറിഞ്ഞില്ലെങ്കിലും, നിന്റെ വീട്ടുകാർ നിന്റെ സഭയും അറിഞ്ഞില്ലെങ്കിലും, പ്രാർത്ഥിക്കുന്നതിനെ ദൈവം അറിയും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയത്തിന് ദൈവം നിശ്ചയമായിട്ടും മറുപടി തരും. രക്തം ചെയ്യും. അത് വേദപുസ്തക പ്രമാണമാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ തക്ക സമയത്ത് നമുക്ക് ഓരോരോ ആലോചനകൾ പ്രാപിക്കണമെങ്കിൽ, തക്ക സമയത്ത് നമ്മുടെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ, ഹല്ലേലൂയ,
അത് മനുഷ്യനോട് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യൻ വാക്കു മാറുന്നവനാ, അല്ലൊരു ദൈവം വാക്കു മാറാത്തവനാ. സ്തോത്രം. ഈ ലോകത്തിലെ നമ്മുടെ കൺമുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയക്കാരോട് നിങ്ങളുടെ ആവശ്യം പറഞ്ഞാൽ അവർ കാലുമാറും. അധികാരികളോട് നിങ്ങൾ പറഞ്ഞാൽ കാലുമാറും. മത നേതാക്കന്മാരോട് പറഞ്ഞാൽ അവർ പറഞ്ഞൊഴിയും. അല്ലേ? എന്നാൽ നമ്മുടെ ദൈവം വാക്കു മാറാത്തവൻ. അതുകൊണ്ടാണ് മാലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യഹോവയായി ഞാൻ വാക്കു മാറാത്തവൻ. അല്ലേ? യഹോവ വാക്കു മാറാത്തവൻ. അതുകൊണ്ട് യാക്കോബിന്റെ സന്തതികളെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നവിടെ പറയുന്നത്. നമ്മുടെ ദൈവം ഒരിക്കലും വാക്ക് മാറാത്തവനായതുകൊണ്ടും വാക്ക് പറഞ്ഞ് പാലിക്കുന്നവനായതുകൊണ്ടും അല്ലേലിയ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനായതുകൊണ്ടും അല്ലേലിയ, നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടിയുണ്ട്. നമ്മൾ ഒരിക്കലും മുടിഞ്ഞു പോകുകയില്ല. രക്തം ജയം. അല്ലേലിയ. 2026 ഈ ജനുവരി മാസം 2-ാം തീയതി എന്നൊക്കെ പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീ ആദ്യ സമയം വേർതിരിക്കണം. എത്ര തിരക്കുള്ളവനായിരുന്നാലും എത്ര തിരക്കുള്ളവളായിരുന്നാലും പ്രാർത്ഥനയോട് കൂടിയേ നീ ഏത് കാര്യവും ചെയ്യാവുള്ളൂ. പ്രാർത്ഥനയാണ് നിന്നെ ആത്മാവിൽ ബലപ്പെടുത്തുന്നത്. പ്രാർത്ഥനയാണ് നിന്നെ ശക്തിപ്പെടുത്തുന്നത്. പ്രാർത്ഥനയാണ് നിനക്ക് മുമ്പോട്ട് നീങ്ങുവാനുള്ള എല്ലാ കാഴ്ചപ്പാടുകളും നൽകുന്നത്. പ്രാർത്ഥനയാണ്. അല്ലേരിയ. പ്രാർത്ഥിക്കുന്ന നീ പരാജയപ്പെടുകയെന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രാർത്ഥിച്ചാൽ നമ്മൾ പരാജയപ്പെടുന്നില്ല. ഉയർച്ച തന്നെ പ്രാപിക്കും. രക്തം ചെയ്യും. അപ്പൊ ഇവിടെ ദൈവവചനം അതൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ പൗലോസ് പറയുന്നത്, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാധിപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം ഞാൻ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. അല്ലേ? പൗലോസ് പറയുന്നത് തന്റെ ശുശ്രൂഷയ്ക്കകത്ത് പുള്ളി ചങ്ങല ധരിച്ച സ്ഥാനാധിപതിയാണ്. സുവിശേഷം മുഖാന്തരം തടവില്ല, ചങ്ങലയില്ല, ജയിലല്ലേ. അവൻ ചങ്ങല ധരിച്ച സ്ഥാനാധിപതിയായി അല്ലേലൂയ പൗലോസ് ദൈവത്തെ സേവിക്കുമ്പോൾ സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ ജനത്തോട് അറിയിക്കുവാൻ, വിശ്വാസികളുടെ വചനം ശക്തിയോടെ പ്രഘോഷിക്കുവാൻ, വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടുവാൻ, പൗലോസിന് ദൈവം ആത്മാവിൽ ആലോചന കൊടുക്കുവാൻ, ആത്മാവിൽ കുറവ് കിട്ടുവാൻ, അല്ലേലൂയ ആത്മാവിൽ ദൈവത്തിന് വചനം സംസാരിപ്പാൻ പൗലോസ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, കഴിഞ്ഞ 2025 വരെ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ 2026 നീ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്ത് വേർതിരിക്കുക. നിന്നെ താഴ്ചയിൽ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഏത് പ്രതിസന്ധികളും മാറ്റിത്തരും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നിന്റെ തലമുറയുടെ ഭാവിയെ തകർക്കുന്ന, തലമുറയെ നശിപ്പിക്കുന്ന, നിന്റെ തലമുറയെ പാപത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന തലമുറയുടെ ജീവിതത്തിൽ അവന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തി അവളെ പിന്നോക്കം വലിക്കുന്ന, അത് ജീവിതത്തിലും അവരുടെ ഭാവിയിലും അവരുടെ പഠനത്തിലും എല്ലാം പിന്നോക്കം വലിക്കുന്ന, അസ്വസ്ഥതകൾ ഉളവാക്കി മക്കളെ ഭയപ്പെടുത്തുന്ന ചില സാത്താനി ഊരുകൾ നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ മക്കൾക്ക് നേരെ വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൂർണ്ണ സ്ഥിരതയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ഈ കാലഘട്ട തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും പാൻപസാലകൾക്കും ലഹരികൾക്കും അടിമപ്പെട്ട് മക്കൾക്ക് 18 വയസ്സായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞ് മാതാപിതാക്കളെ അനുസരിക്കാതെ തന്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് വിളിച്ചാൽ അവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന സംവിധാനത്തിലേക്ക്, സാഹചര്യത്തിലേക്ക് നമ്മുടെ തലമുറ എത്തിയിരിക്കുന്നു. അല്ലേരിയ. അവർക്ക് സ്വാതന്ത്ര്യം നമ്മുടെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. 18 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അത് മുഖാന്തരം കോടിക്കണക്കിന് തലമുറകൾ എന്ത് ചെയ്തു? മാതാപിതാക്കളെ അനുസരിക്കാതെ തകർന്ന് തരിപ്പണമായി. ഈ തലമുറകൾ നശിക്കുവാൻ തന്നെ കാരണം ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ്. അവർക്ക് പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് എന്ത് തീരുമാനത്തിൽ അധികാരമുണ്ടെന്ന് മക്കൾക്ക് മക്കളുടെ മേൽ അപ്പനും അമ്മയ്ക്ക് അവകാശമില്ല. പണ്ടങ്ങനെയായിരുന്നു. മക്കൾ വളർന്ന് അവർ കല്യാണം കഴിച്ച് അവർക്ക് 5-6 മക്കളായി കഴിഞ്ഞാലും മക്കൾക്ക് അപ്പനും അമ്മയും ഭയങ്കര ഭയമായിരുന്നു. അപ്പനും അമ്മയും വിളിച്ചാൽ അവിടെ നിൽക്കുമായിരുന്നു. ഇന്നത്തെ കാലഘട്ടം എന്താ? അപ്പനെ അമ്മ യാതൊരു ഭയമില്ല. കാരണം നിയമം അവർക്ക് അനുകൂലം. അത് മുഖാന്തരം ചെയ്തു കോടിക്കണക്കിന് തലമുറ നശിച്ച് നാനാവൃതമായി. അല്ലേലിയ. അതൊക്കെ നിയമ വ്യവസ്ഥകളാണ്. അല്ലേലിയ. എന്നാൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ലോകത്തിന്റെ നിയമങ്ങളും ഇവിടുത്തെ സംവിധാനങ്ങളും നിനക്കും നിന്റെ കുടുംബത്തിന് എതിരാണ്. ഹല്ലേലൂയ. രക്തജയം.
അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം ദൈവവചനം പറയുന്നത് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ ഈ പ്രാർത്ഥനയെ കുറിച്ച് പഠിക്കുമ്പോൾ പൗലോസ് ശക്തമായ ചില ഉപദേശത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇതേ പൗലോസ് തന്നെ ഹല്ലേലൂയ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഒന്ന് തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിന്റെ 16, 17, 18 വാക്യങ്ങളിൽ എപ്പോഴും സന്തോഷിപ്പി, ഇടവിടാതെ പ്രാർത്ഥിപ്പി. എപ്പോഴും പ്രാർത്ഥിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ആമീൻ, നമ്മെ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഇവിടെ തെസ്സലോനിക്കനെ ഇടവിടാതെ പ്രാർത്ഥിക്കണം. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ചവിട്ട് പടികളാണ്. ആ പ്രാർത്ഥനയിലൂടെയാണ് നീ നടക്കുന്നതെങ്കിൽ ഹല്ലേലൂയ ലോകത്തിന് നിന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല, സാത്താന് നിന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന്റെ മേൽ പിശാചിന് അധികാരമില്ല, പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്മേൽ പിശാചിന് അധികാരമില്ല, പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ പിശാചിന് അധികാരമില്ല, പ്രാർത്ഥിക്കുന്ന സഭയുടെ മേൽ പിശാചിന് അധികാരമില്ല. കാരണം പ്രാർത്ഥനയെ സാത്താൻ ഭയപ്പെടുന്നു. ഹല്ലേലൂയ. സാത്താൻ എന്ന് പറയുന്നത് ജീവന് ശരീരമൊന്നുമില്ലാത്ത എന്തോ ഒരു അരൂപിയാണ്. ഹല്ലേലൂയ. അവനെ ആർക്കും കാണാൻ പറ്റില്ല. അവൻ പലവിധ രൂപഭാവങ്ങൾ കെട്ടി പല വേഷങ്ങളും ചമഞ്ഞ് പല സ്വഭാവങ്ങൾ പ്രകടമാക്കും. ഹല്ലേലൂയ. ഭയപ്പെടുത്തുക. എന്നാൽ നമ്മുടെ ദൈവം എന്താണ്? ജീവനുള്ള ദൈവമാണ്. ജീവനുള്ള ദൈവമാണ്. ആ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നവനാണ്. ഹല്ലേലൂയ. അപ്പൊ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ആത്മാവിനെ കെടുത്തരുത് എന്നാണ് പറയുന്നത്. അതെ, നിങ്ങളെ ആത്മാവിനെ കെടുത്തി കളയാതെ നിങ്ങൾ ദൈവസ്നേഹം പ്രാർത്ഥിക്കുന്നതാണ് ദൈവത്തിനിഷ്ടം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവവചനം പറയുന്നത് എപ്പോഴും സന്തോഷിപ്പി, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാവരും സ്തോത്രം എന്നുള്ള ആലോചന തരികയാണ്. ഇടവിടാതെ എങ്ങനെ പ്രാർത്ഥിക്കുമോ സാധിക്കും എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഇടവിടാതെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ എങ്ങനെ പറ്റും? പാസ്റ്റർ, ജോലിയൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും അതാ പറയുന്നത്. ഞാൻ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കും പറയുന്നത്, എൻ്റെ പാസ്റ്റർ രാവിലെ കുടുംബത്തിൽ ഭർത്താവിനെ ഒരുക്കി മക്കളെ ഒരുക്കി ഞാനും പെട്ടെന്ന് ഒരുക്കി ജോലിക്ക് കടന്നുപോയി. ജോലിയുടെ ഭാരങ്ങളും ജോലി തിരക്കുകളും മുഖാന്തരം പിന്നെ വീട്ടിൽ വന്ന് അന്നത്തെ എല്ലാ പണികളും തീർത്ത് കിടക്കാൻ പോകുമ്പോഴത്തേനും ഒരു സമയമാകും. പിന്നെ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ല പാസ്റ്റർ എന്ന് എല്ലാവരും പറയാറുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലേ? അതൊരു കണക്ക് പറഞ്ഞ ദൈവത്തുള്ള നന്ദി കേടാ കേട്ടോ. അല്ലേ? അങ്ങനെ പറയുന്നത് ദൈവത്തോടുള്ള നന്ദികേടാ. എല്ലാ കാര്യത്തിലും ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. ആ ടൈം ടേബിൾ പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുകയും നിനക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടും. മർക്കോസിന്റെ വിഷയം നിങ്ങൾ ആ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ കാണാൻ കഴിയും. അവിടെ യേശു ക്രിസ്തുവിന്റെ പകലത്തെ ശുശ്രൂഷ, രാത്രിയിലെ ശുശ്രൂഷ, അതിന്റെ എല്ലാം നടുവില് യേശുവിന് പ്രാർത്ഥിക്കാൻ സമയം ഉണ്ടായിരുന്നല്ലോ. നമ്മൾ യേശു പ്രാർത്ഥിച്ചത് നോക്കുവാണെങ്കിൽ നമ്മൾ തിരക്കൊക്കെ ഒന്ന് മാറ്റിക്കണം, പ്രാർത്ഥന സമയം കണ്ടെത്തണം. അപ്പൊ നിങ്ങൾ പറയും, എങ്ങനെ ഇടപെടാതെ പ്രാർത്ഥിക്കും? അല്ലെ എന്തൊക്കെ ചോദിക്കും? തിരക്കാണ് നിങ്ങൾക്ക്. അത് മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ പ്രാപിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇടപെടാതെ എങ്ങനെ പ്രാർത്ഥിക്കും എന്ന് നിങ്ങൾ ചോദിച്ചാൽ, നിങ്ങളുടെ ഹൃദയം ഇടവിടാതെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുക. ചലനമുണ്ട്. നിങ്ങളുടെ ഹൃദയം ഇടവിടാതെ ഹല്ലേലൂയ ആമേ സ്പന്ദിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നിങ്ങൾ ഉണർന്നിരുന്നാലും നിങ്ങൾ ഉറങ്ങിയാലും നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്നാലും, നിങ്ങൾ എന്ത് തിരക്കുള്ളവനായി ബിസിയുള്ളവനായിരുന്നാലും, നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും നിങ്ങൾ ഇടപെടാതെ ശ്വാസോച്ഛ്വാസം നടത്തുന്നില്ലേ? അതൊരു നിമിഷമെങ്കിലും നിലച്ചു പോകുന്നുണ്ടോ? ഒരു നിമിഷമെങ്കിലും ശ്വാസം എടുക്കാതെ വന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഹല്ലേലൂയ. നമ്മുടെ ജീവൻ പോയില്ലേ എന്ന് പറഞ്ഞ് അതുകൊണ്ടായി പറഞ്ഞത്, നിങ്ങൾ ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും നിങ്ങൾ ജോലിയിലായിരുന്നാലും ഏത് മേഖലയിലായിരുന്നാലും നിങ്ങൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു ഇടപെടാതെ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇടപെടാതെ പ്രാർത്ഥിക്കാനും കഴിയും. നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ മാറിയിരുന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല. ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല. ഭവനത്തിൽ നിങ്ങൾ ഇത് പ്രാർത്ഥിക്കുന്നു, ആലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന പോലെ സമയം കിട്ടിയെന്ന് വരത്തില്ല. ജോലി തിരക്കിനിടയിലും ആത്മാവിൽ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നെ ഒരു ചില ദിവസം മുമ്പ് ഈ ഫേസ്ബുക്കിലെ അല്ലെങ്കിൽ യൂട്യൂബിലെ മെസ്സേജ് കണ്ടിട്ട് ഒരു സഹോദരി വിളിച്ചു. ആ സഹോദരി USA കണ്ട ഹല്ലേലൂയ. ആ സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പാസ്റ്റർ, എനിക്ക് വീട്ടിൽ പ്രാർത്ഥിക്കാൻ സമയമില്ല. വീട്ടിൽ പ്രാർത്ഥിക്കാൻ എന്നാൽ ഭർത്താവ് സമ്മതിക്കത്തില്ല. ആമേൻ. എനിക്ക് പ്രാർത്ഥിക്കുവാനും ബൈബിൾ വായിക്കാനും സമയമില്ല. ആമേൻ. ഞാൻ രാവിലെ ജോലിക്ക് വരുന്നത് ചിലപ്പോൾ രാത്രിയായി, ചിലപ്പോൾ പകലായിരിക്കും. ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന ക്ഷീണം കൊണ്ട് എനിക്ക് ഉറക്കം വരും. വീട്ടിലെ പണി, ഭർത്താവിനെയും മോളെയൊക്കെ നോക്കണം. വളരെ ഭാരത്തോടെ സൗകര്യം പറഞ്ഞു. പ്രാർത്ഥിക്കാൻ സമയമില്ല.
എന്നിട്ട് ആ സൗകര്യം പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ജോലിയുടെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ആത്മാവിൽ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ അങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാനിപ്പം പാസ്റ്ററെ വിളിച്ചത്, പാസ്റ്റർ എനിക്ക് വേണ്ടി അത് പ്രാർത്ഥിക്കുക, സങ്കടത്തോടെയാണ് പറഞ്ഞത്. അതെ, അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ആമേൻ. ജോലിയുടെ തിരക്കിനിടയിലും കഷ്ടതയുടെ നിലയിലും സങ്കടത്തിൻ്റെ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന അനുഭവത്തിൽ സഹോദരന്മാരുണ്ട്. സഹോദരിമാർ ഒരുപാടുണ്ട്. സഹോദരന്മാര് എത്രമാത്രം അങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റും. ഞാൻ പലരോട് ചോദിച്ച് പലരോട് പറയുമ്പോഴും അങ്ങനെ പറയാറ്. പക്ഷേ ഈ സഹോദരിമാർ ഇങ്ങനെ പറയാറുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് അല്ലേ. അപ്പം നമുക്ക് പ്രാർത്ഥനയാണ് ഏറ്റവും ആവശ്യം. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണമുള്ളത് കൊണ്ട് പ്രയോജനമില്ലെന്നേ. ഇഷ്ടംപോലെ പണമുണ്ട്, പ്രതാപമുണ്ട്, ജീവിതമുണ്ട്, സാഹചര്യമുണ്ട്, ജോലിയുണ്ട്, നന്മകളുണ്ട്, അക്കൗണ്ടുകളിൽ നിങ്ങൾക്ക് ഒരുപാട് ബാലൻസ് ഉണ്ട്, ഒരുപാട് ബംഗ്ലാവുകൾ, എസ്റ്റേറ്റുകളൊക്കെ കൊണ്ട് ഒരുപാട് ബിസിനസ്സൊക്കെ നിങ്ങൾ ചെയ്യുന്ന ആൾ. നിങ്ങൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് 2 തലമുറ 4 തലമുറയ്ക്ക് തിന്നാനുള്ളത് നിങ്ങൾ സമ്പാദിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ. അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. അതെല്ലാം ഈ ഭൂമികയെ തീയായിട്ട് മാറും. ഈ ഭൂമി തീക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നതാണ്. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നതുണ്ടല്ലോ, അതൊരിക്കലും നശിച്ചു പോകുന്നതിന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. പ്രൈസറോ. എല്ലാവർക്കും സമാധാനമില്ല, ഒരിക്കലും സമാധാനമില്ല. എന്നും സങ്കടത്തിൽ എല്ലാവരും വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് സങ്കടം? നിന്റെ പ്രാർത്ഥന ജീവിതം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഒരുപാട് കഷ്ടതകൾ, സങ്കടങ്ങൾ, ഉപദ്രവങ്ങൾ, പീഡകൾ, തല്ല്, പൈതാകം, പട്ടിണി, ദാഹം, ആപത്ത്, കാട്ടിലെ ആപത്ത്, വെള്ളത്തിലെ ആപത്ത്, സഹോദരന്മാരുടെ ആപത്ത് എന്ന് വേണ്ട ഒരുപാട് പ്രതിസന്ധിയിലൂടെ ഈ പൗലോസ് പോയി ചങ്ങല ധരിച്ച ഒരു സ്ഥാനാധിപതിയായി പൗലോസ് നിൽക്കുമ്പോഴും പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ നമ്മുടെ ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രതികൂലങ്ങളെ നമ്മൾ തരണം ചെയ്യണം. ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയിലാണ്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹല്ലേലൂയ. പ്രാർത്ഥിക്കും തോറും ദൈവം നമ്മളോട് അടുത്ത് വരും. പ്രാർത്ഥിക്കും തോറും നമ്മൾ ദൈവത്തോട് അടുത്ത് വരും. അതുകൊണ്ട് നിങ്ങൾ ഏത് സമയത്തും ശ്വാസോച്ഛ്വാസം ഇടപെടാതെ എടുക്കുന്നത് പോലെ ശ്വാസോച്ഛ്വാസം എടുക്കുന്നത് പോലെ നിങ്ങൾ ഏത് സമയത്തും പ്രാർത്ഥിക്കുവാൻ ഒരു സമയം കണ്ടെത്തണം. പ്രൈസലോട്. അതിന് കാലപരിധിയോ സമയങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഏത് സമയത്തും വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കാം. ആണ് പൗലോസ് പറയുന്നത്. അപ്പൊ ഇവിടെ ദൈവവചനം പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയസ്പന്ദനത്തോടും ശ്വാസോച്ഛ്വാസത്തോടും കൂടി യേശു എന്ന മഹത്വമുള്ള നാമത്തോട് നിങ്ങൾ ചേരണം. ഹല്ലേലൂയ. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തോടും കൂടി, ശ്വാസോച്ഛ്വാസത്തോടും ഹൃദയത്തിന്റെ സ്പന്ദനത്തോടും കൂടി എപ്പോഴും ഹല്ലേലൂയ ദൈവത്തോട് ചെയ്യണം. ഹൃദയമിടിപ്പ് നിന്നാൽ നമ്മൾ മരിച്ചില്ലേ? ഹൃദയമിടിപ്പ് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ മരിച്ചു പോകും. നമ്മുടെ ഹൃദയമിടിപ്പ് നിൽക്കാത്തത് കൊണ്ടല്ലേ നമ്മളിങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് ഏതു സമയത്തും നമുക്ക് തന്നിക്ക് 24 മണിക്കൂറിനകത്ത് 1 സെക്കൻഡ് നമ്മുടെ ഹൃദയമിടിപ്പ് നിന്ന് പോയത് ശരിയെന്നാ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയമിടിപ്പ് ഇടപെടാതെ ഹൃദയമിടിപ്പ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് അങ്ങനെ വരണം. നമ്മുടെ ഹൃദയമിടിപ്പ് 1 സെക്കൻഡ് പോലും, 1 സെക്കൻഡിന്റെ 1 മൈക്രോ സെക്കൻഡ് പോലും നിലയ്ക്കാതെ ഹല്ലേലൂയ നമ്മുടെ ഹൃദയമിടിപ്പ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവം നമ്മോട് കാണിക്കുന്ന കരുണ എത്രയാണ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഏത് നേരത്തും പ്രാർത്ഥിക്കണം. ഇടപെടാതെ പ്രാർത്ഥിക്കണം. രക്തം ചെയ്യണം. ഹല്ലേലൂയ. ഈ 2026 നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിൽ നിന്റെ കണ്ണുകൊണ്ട് ചില അത്ഭുതങ്ങളെ കാണും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കണ്ണുകൊണ്ട് ചില അത്ഭുതങ്ങളെ കാണും. നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും. ചില നന്മകളുടെ വാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. ആകാശത്തിന്റെ കിളിവാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കുവാൻ ആഗ്രഹിക്കുന്നു. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ ഒരുപാട് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിന്റെ ഹൃദയസ്പന്ദനം, ഹൃദയത്തിന്റെ ഇടിപ്പ് നിൽക്കാതെ അത് എപ്പോഴും അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ എപ്പോഴും നിന്റെ ചുണ്ടുകളിൽ നിന്ന് സ്തോത്രങ്ങളും സ്തുതികളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നന്മയും അനുഗ്രഹങ്ങളും വചനവും നീ എപ്പോഴും നിന്റെ ഹൃദയത്തിനകത്ത് നീ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ ഹല്ലേലൂയ രക്തം ജയം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാകട്ടോ. അതുകൊണ്ട് 2026 ചില പണം കുറഞ്ഞു പോയാലും പ്രാർത്ഥന കുറയരുത്. ഹല്ലേലൂയ. ഇത് പ്രാർത്ഥനയിൽ നിങ്ങൾ ശക്തരാകാൻ മാറ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ഈ വർഷം കർത്താവ് തരുവതേ. പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ പോകരുത്.
അല്ലേരിയ. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചുള്ള ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, പ്രതിസന്ധി വന്നാൽ, കടം വന്നാൽ, ബാധ്യതകൾ വന്നാൽ, ജോലി നഷ്ടപ്പെട്ടാൽ, ആമയും കുടുംബത്തിൽ രോഗം വന്നാൽ, മക്കളെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ ഓടിച്ചെന്ന് പെട്ടെന്ന് ഒരു ഫോൺ എടുത്ത് ആരോടെങ്കിലും നമ്മുടെ വിഷയം അവരെ വിളിച്ച് നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അവരൊന്ന് പ്രാർത്ഥിക്കും, അവരെ കൊണ്ട് പ്രാർത്ഥിക്കും. അല്ലേ? അങ്ങനെയല്ലേ? നമുക്ക് എന്തെങ്കിലും വിഷയം നമ്മൾ ആരോടും പറഞ്ഞ് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന നിർത്തി നമ്മൾ ആമയും പറഞ്ഞു കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് അവർ ചോദിച്ചു, പാസ്റ്റർ വല്ലതും കേട്ടോ, പാസ്റ്റർ വല്ലതും കിട്ടിയോ, പാസ്റ്റർ വല്ലതും കണ്ടോ? അല്ലെങ്കിൽ അതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പരാജയം. കാരണം അവർക്ക് പ്രാർത്ഥനയിൽ സ്ഥിരതയില്ല, പ്രാർത്ഥനയിൽ വിശ്വാസമില്ല. പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ അവർ ചോദിക്കുന്ന പാസ്റ്റർ വല്ലതും കണ്ടോ, കേട്ടോ, അല്ലേ പാസ്റ്റർ വല്ലതും വെളിപ്പെട്ടോ, അല്ലേ? സോദരം, അങ്ങനെയാണ് 99% ആളുകളും, 99% വിശ്വാസികളും അത് തന്നെ ആ ചിന്താഗതിക്കാരാണ്. എന്നാൽ ഒരാളിനെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങൾക്ക് ഒരു സമാധാനമുണ്ട്, ദൈവം അതിനകത്ത് അത്ഭുതം ചെയ്യുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലേ, അവിടെ ദൈവം പ്രവർത്തിച്ചേനെ. എല്ലാം കണ്ടോ കേട്ടോ അറിഞ്ഞോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പാസ്റ്റർ ചുമതല എന്ന് പറയുന്നത് കണ്ടതും കേട്ടതും ഒന്നും വിളിച്ചു പറയുന്ന കാര്യമില്ല. കണ്ടതും കേട്ടതും വിളിച്ചു പറയുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അവർ കണ്ടതും കേട്ടതും ഒക്കെ വിളിച്ചു പറഞ്ഞ് നിങ്ങളുടെ നന്മയൊക്കെ ഒരുപാട് അപകരിച്ചു മാറ്റും. പക്ഷെ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവഭൃത്യൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ആമേ കണ്ടതും കേട്ടതും ഒന്നും വിളിച്ചു പറയാതെ നിന്റെ വിഷയങ്ങൾ അറിഞ്ഞ് നിന്റെ വിഷയങ്ങളെ ആത്മാവിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതിനകത്ത് ബന്ധനം അഴിയും. പ്രൈസലോ. അത് നിങ്ങൾക്ക് വിശ്വാസമാണ് ഉണ്ടാകണം. ഒരുപാട് പേര് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കും, പാസ്റ്റർ വല്ലതും കണ്ടുവന്നിരിക്കും. ഞാൻ പറയും ഒന്നും കണ്ടില്ലെന്ന് പറയും. എന്ത് കണ്ടെന്ന് പറയാനാ? എൻ്റെ ഏരിയ. കാരണം അവർക്ക് അങ്ങനത്തെ ചിന്താഗതിക്കാരാ. അവർ ഒരുപാട് പേര് ഈ കരിസ്മാറ്റിക്കിനൊക്കെ പോകുന്നവരെ കണ്ടിട്ടില്ലേ? കരിസ്മാറ്റിക്കുകാരോടൊക്കെ അവരൊക്കെ നമ്മളെ വിളിക്കും. എന്നിട്ട് അവർ ചോദിക്കുക, പാസ്റ്റർ കണ്ടോന്നാ ചോദിക്കുന്നത്. ഇല്ലേ? പിന്നെ ഈ പെന്തക്കോസ്തുകാരുണ്ട് ഒത്തിരി പേര്. പെന്തക്കോസ്തുകാർ ഒരുപാട് പേര് അവർ ഈ പ്രവചനത്തിന് അഡിക്റ്റായി, പ്രവാചകന്മാർക്ക് അഡിക്റ്റായി കിടക്കുന്നവരാ. പ്രവചനം നല്ലതാണ്, പ്രവചനം നല്ല പ്രവചിക്കുകയും പ്രവചന നല്ലതാണ്. പക്ഷെ നമ്മൾ ഒരു പ്രവാചകൻ അഡിക്റ്റ് ആകരുത്. അല്ലേ? അങ്ങനെയുള്ള ഒരുപാട് വിശ്വാസികളും ചോദിക്കും, കണ്ടോ 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 എന്നൊക്കെ ചോദിക്കും. എന്തോ കണ്ടെന്നാ പറയുന്നത്? നിന്നെക്കുറിച്ച് ആലോചന ഉണ്ടെങ്കിൽ നിനക്ക് പറയാൻ പറ്റുമോ? ദൈവദാസന് പറയാൻ പറ്റുള്ളൂ. പിന്നെ നീ എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും പറഞ്ഞ് ഒഴിയണമല്ലോ, അല്ലേ? അതിനുവേണ്ടി എന്തെങ്കിലും പറഞ്ഞ് ഒഴിയും. അത് നിനക്കും ശാപമാ, പറഞ്ഞ ദൈവദാസനും ശാപമാണ്. എന്തെങ്കിലും പറയാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ദൈവസന്നിധിയിൽ പ്രാപിക്കണം, അല്ലേ? ദൈവസന്നിധിയിൽ വെളിപ്പാടുകൾ, ദർശനങ്ങൾ പ്രാപിച്ച്, ആലോചനകൾ പ്രാപിച്ച് ദൈവസന്നിധി ഇരിക്കുന്നെങ്കിൽ ദൈവം മറുപടി തരും. അല്ലേ? എല്ലാവരുടെയും കാര്യമില്ല, അപ്പൊ ചിലരുടെ കാര്യമാണ് കേട്ടോ. നമുക്ക് ഒരു പ്രാർത്ഥനയ്ക്കകത്ത് വിശ്വാസം ഉണ്ടായിരിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. പ്രൈസലോ. ആ വിശ്വാസമാണ് നമ്മെ ശക്തരാക്കി മാറ്റുന്നത്. പൗലോസ് അതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അല്ലേലൂയ. ഇവിടെ ദൈവവചനം പറയുന്നത്, അല്ലേലൂയ, ദാനിയേൽ പ്രവാചകനെ നമുക്കറിയാം. ദാനിയേൽ പ്രവാചകൻ ദിവസവും 3 പ്രാവശ്യം തന്റെ കിളിവാതിലുകളെ തുറന്ന് വെച്ച് പ്രാർത്ഥിച്ചു. അവന്റെ എതിരാളികൾ കണ്ടു. അത്രയ്ക്കും ചുമതലയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ദാനിയേലിന് ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ നമ്മൾ എത്ര പരാജിതരാണെന്ന് ചിന്തിച്ചു വയ്ക്കുകയും. നിങ്ങൾ ദാനിയേലിന്റെ പുസ്തകം അമ്മയുടെ 6-ാം അധ്യായം വായിച്ചു നോക്കിയായിട്ട് എന്റെ 10-ാം വാക്യം, ആ വാക്യം നമുക്ക് വളരെ സുപരിചിതമാണ്. അവിടെ ഇങ്ങനെ, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന്റെ നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിച്ചു. ദാനിയേലിന് ബാബിലോണിൽ വളരെ ഉത്തരവാദിത്വമുണ്ട്. സകല സന്ധിയിൽ അധികാരിയാണ്. അത് തനിക്കെതിരായി നിൽക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ദാനിയേലിനെ ഏതെങ്കിലും സാഹചര്യത്തിൽ തകർത്ത് കളയുവാൻ വേണ്ടിയിട്ട് അവരൊരു നിയമം ഉണ്ടാക്കി. ആ നിയമപ്രകാരം രാജാവിന്റെ ഇരിക്കൊണ്ടുവന്ന് രാജാവിനെയും കണ്ടതിന് തീർപ്പുമൊക്കെ കൽപ്പിച്ച് അങ്ങനെ ദാനിയേൽ സിംഹക്കുഴിയിൽ ഇട്ടുകളയുവാനുള്ള തീരുമാനമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ദാനിയേൽ എത്തിയത് ആ വിവരം പറഞ്ഞിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇടപെടാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വലിയ തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും തിരക്കിന്റെ അനുഭവത്തിൽ കടന്നുപോയിട്ടും മരണമെന്ന ആ വലിയ യാഥാർത്ഥ്യത്തെ തന്റെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് കാണുന്നത് പോലെ കണ്ട നിമിഷങ്ങൾ, അല്ലേലൂയ, ദാനിയേൽ എന്ത് ചെയ്തു? പതറിപ്പോകുകയില്ല, ഇത് ഭയപ്പെട്ടു പോകുകയില്ല. ദാനിയേൽ ദിവസവും ചെയ്തു വരുന്നതുപോലെ തന്റെ കിളിവാതിൽ തുറന്നിട്ടു. അല്ലേലൂയ. എന്താണ്? അവന്റെ മാളികയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിട്ടു. പ്രൈസ് ദി ലോർഡ്.
എന്നിട്ട് താൻ താമെ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തിയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ദാനിയേലിനെ സംബന്ധിച്ച് അന്ന് ബാബിലോണിൽ ഒരുപാട് പ്രവാചകന്മാരുണ്ട്. ബാബിലോണിൽ ഒരുപാട് പ്രവാചകന്മാരുണ്ട്. കാരണം ജാതികളുടെ മന്ത്രവാദികളും ഒക്കെ ഉണ്ട്, അവരുടെ കൂട്ടത്തിലുള്ളവരും ഒക്കെ ഉണ്ടെങ്കിലും ആ പ്രവാസത്തിലേക്ക് പോയ മറ്റ് പ്രവാചകന്മാരും അവിടെ ഉണ്ട്. അല്ലേ? അവരോടൊന്നും വിളിച്ചാൽ ആരും എന്നെ ചോദിച്ചിട്ട് ദാനിയേല് എല്ലാം കണ്ടോ എന്ന് ആരോടും ചോദിച്ചിട്ട് വേദപുസ്തകം എഴുതിയിട്ടില്ല. അല്ലേ? ദാനിയേൽ അങ്ങനെ പ്രാർത്ഥിച്ചു, ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അല്ലേലുക. എന്നിട്ട് കണ്ണു തുറന്നിച്ച് അടുത്ത പാസ്റ്റർ പെട്ടെന്ന് വിളിച്ച പാസ്റ്റർ എല്ലാം കണ്ടോ? അല്ലേലിയ. ഒന്നും കണ്ടതായിട്ട് ആ വേദപുസ്തകം രേഖപ്പെടുന്നില്ല. ദാനിയേലിന് വിശ്വാസം ഉണ്ടായിരുന്ന പ്രാർത്ഥനയ്ക്കകത്ത്. ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രാർത്ഥനയ്ക്കകത്ത് വിശ്വാസമുണ്ടായിരുന്നു. തന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുവെന്നും ഈ മരണകരമായ അനുഭവത്തിനെ വിടിവിക്കുമെന്നും മാറ്റമില്ലാത്ത നിയമം കൊണ്ട് രാജാവ് തീർപ്പ് കൽപ്പിച്ച കൽപ്പന, എന്നെ സിംഹക്കൂടിയിൽ ഇട്ടുകളയാൻ വേണ്ടി, എന്റെ ജീവൻ വകവരുത്താൻ വേണ്ടി, എന്നെ സിംഹത്തിന് ആഹാരമായി കൊടുക്കുവാൻ ബാബിലോണിയർ അത് കണ്ട് അട്ടഹസിക്കുന്ന ആനന്ദഘോഷത്തിന്റെ ദിവസങ്ങളെ ദാനിയേൽ ആത്മാവിൽ കണ്ടുകൊണ്ട്, ഹല്ലേലൂയ, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ഇടപെടാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന മറുപടിയാണ് ദാനിയേലിന്റെ പുസ്തകത്തിനകത്ത് 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. സിംഹക്കുഴിയിലേക്ക് ദാനിയേലിനെ എറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സിംഹങ്ങളുടെ വായടയ്ക്കുവാൻ ദൈവം തന്റെ ദൂതനെ സിംഹക്കുഴിയിൽ അടച്ചു. ദാനിയേൽ സിംഹക്കുഴിയിൽ ഒരു കേടും കൂടാതെ സിംഹങ്ങളുടെ നടുവിൽ കിടന്നുറങ്ങിയെങ്കിൽ രാജാവ് പോലും അതിശയിച്ച് പിറ്റേ ദിവസം രാജാവിന്റെ ഉറക്കം കെടുത്തി രാജാവ് ഒന്ന് സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിനെ കരക്ക് കയറ്റി. എന്നാൽ ദാനിയേലിനെ എടുത്തുകൊണ്ട് സിംഹക്കുഴിയിൽ ഇടയ്ക്കാൻ പോയവരെ അതിന്റെ അടിയിൽ തള്ളിയിട്ടപ്പോൾ അതിന്റെ അടിയിലേക്ക് ചെല്ലും മുമ്പേ സിംഹങ്ങൾ അവരുടെ അസ്ഥിയെ പോലും ഞെരിച്ചു കളഞ്ഞു, തകർത്ത് കളഞ്ഞു. പ്രാർത്ഥിക്കുന്നവനെ സിംഹത്തിന്റെ കുഴിയും ദൈവം പിടിപ്പിക്കും. നീ പ്രാർത്ഥിച്ചാൽ സിംഹത്തിന്റെ ഗുഹയിലേക്ക് നിന്നെ എറിഞ്ഞു കളഞ്ഞാൽ സഹോദരനെ പിടിപ്പിക്കും. നീ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് യേശുവിനെ അറിഞ്ഞ് നിന്റെ വീട്ടുകാർ ഒറ്റപ്പെടുത്തിയാലും കുടുംബക്കാർ ഒറ്റപ്പെടുത്തിയാലും നിന്റെ നന്മകൾ അപഹരിച്ച് നിനക്ക് തരാതെ വന്നാലും നിന്നെ ആട്ടി ഓടിച്ചാലും നീ കർത്താവിന് വേണ്ടി നിലകൊണ്ടത് കൊണ്ട് നീ നിന്ദിക്കപ്പെട്ടാലും അപമാനിക്കപ്പെട്ടാലും പരിഹസിക്കപ്പെട്ടാലും നീ പ്രാർത്ഥിച്ചാൽ ദൈവം നിന്നെ മാനിക്കും. അവളെ നീ കഷ്ടതയിലൂടെ കടന്നുപോയാലും സങ്കടത്തിലൂടെ കടന്നുപോയാലും പ്രതികൂലത്തിലൂടെ കടന്നുപോയാലും ജീവിതത്തിൽ ഒറ്റപ്പെട്ടാലും കുടുംബജീവിതം തകർന്നാലും മാനസികമായി നീ തകർന്നവളാണെങ്കിലും മതി എന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കാൻ മരണത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നെങ്കിൽ വിഷം കുടിച്ച് മരിക്കുവാൻ, ആത്മഹത്യ ചെയ്യുവാൻ, വിവിധ കാര്യങ്ങൾ കാരണം കൊണ്ട് ജീവിതത്തെ ഒടുക്കുവാൻ നീ താല്പര്യപ്പെട്ടിരിക്കുന്ന വ്യക്തി ആയിരുന്നാലും, ഹല്ലേലൂയ, ഈ പകൽക്കാലം ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി ദൂത് ദാനിയേലിനെ പോലെ നീ ദൈവത്തിന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ നീ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങളെ ദൈവം നീക്കിത്തരും. കൂരിയുടെ അനുഭവങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നിന്നെ മരണകരമായ അനുഭവം വിടിവിക്കുവാൻ ദൈവത്തിന് കഴിയും കേട്ടോ. ഈ 2026 നിങ്ങൾ അനുഗ്രഹത്തിന്റെ വർഷമാ, നന്മയുടെ വർഷമാ, പുതുക്കത്തിന്റെ വർഷമാ. നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നീ നിരാശപ്പെട്ടു പോകരുത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന യുവാക്കന്മാരോട് പറയട്ടെ, യൗവനക്കാരോട് പറയട്ടെ, കൗമാരക്കാരോട് പറയട്ടെ, ലോകത്തിന്റെ മേച്ചമായ കാര്യങ്ങളിലേക്ക് പോകാതെ ടിവിയുടെയും കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ നിന്റെ സമയത്തെ ചെലവഴിക്കുക, മൊബൈലിലൂടെ സമയത്തെ ചെലവഴിക്കാതെ ഇന്റർനെറ്റിലൂടെ നിനക്ക് വരുന്ന എല്ലാ സന്ദേശങ്ങൾക്കും നീ ലൈക്ക് അടിക്കാൻ ഇരിക്കാതെ, മറുപടി കൊടുക്കാൻ ഇരിക്കാതെ, എല്ലാ വാദപ്രതിവാദങ്ങൾക്ക് നീ മറുപടി പറഞ്ഞ് നിന്റെ സമയത്തെ നഷ്ടപ്പെടുത്താതെ, ടിവിക്ക് അകത്തുള്ള അശ്ലീലമായ കാര്യങ്ങളെ കണ്ടതിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയാതെ, ഹല്ലേലൂയ, ദാനിയേലിനെ പോലെ നീ ദൈവത്തിന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദുർനടപ്പ് വിട്ട് ഓടണം. ഹല്ലേലൂയ. ദുർനടപ്പ് വിട്ട് ഓടണം. 2026 നീ TV കാണരുത് തീരുമാനമെടുക്കണം. TV കാണുന്നത് ഞാൻ അങ്ങനെയല്ല പറയുന്നത്. എങ്ങനെ TV എന്ന് പറഞ്ഞാൽ TVയിലെ അശ്ലീലമായത്. അത്യാവശ്യം വാർത്ത കാണുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. എൻ്റെ വീട്ടിൽ TV ഉണ്ട്. ഹല്ലേലൂയ. കാരണം കർത്താവിന്റെ സൗകര്യങ്ങൾ തന്ന കാലത്ത് മേടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങൾ എല്ലാ സമയത്തും പ്രവർത്തിക്കത്തില്ല. അത്യാവശ്യം വാർത്തകൾ ഞങ്ങൾ കേൾക്കേണ്ടതോ അല്ലെങ്കിൽ ലോകത്തിൽ എന്തെങ്കിലും, രാജ്യത്ത് എന്തെങ്കിലും, നമ്മുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അത് വലിയ രൂക്ഷമാണെങ്കിൽ അതെന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് വെക്കും. അത് വെച്ചൊന്ന് കാണാൻ. ഇപ്പം ആ വാർത്ത ശ്രദ്ധിച്ചു, വാർത്ത കേട്ട് പിന്നെ ഒന്ന് ഓഫ് ചെയ്യും. ഇപ്പോഴത്തെ കാലത്ത് TV ഓൺ ചെയ്യാൻ പോലും ആവശ്യമില്ല. കാരണം ഒരുവിധപ്പെട്ട വാർത്തകളെല്ലാം നമ്മുടെ ഈ മൊബൈലിനകത്ത് വരും. പിന്നെ നമുക്ക് ടിവിയുടെ മുമ്പ് ഇരുന്ന് സമയച്ചാൽ ടിവിയുടെ മുമ്പ് വാർത്തയില്ല. അവരിതെന്ത് ഈ സിനിമയും ഈ റിയാലിറ്റി ഷോയും കോമഡിയും എന്ത് വേണ്ട ഈ സീരിയലും ഒക്കെ കാണുന്നത്, അല്ലേ? നിന്റെ സമയം സാത്താൻ അപകരിച്ചെടുക്കും. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്കെന്താ, അത് നിർത്തിയാൽ നീ അനുഗ്രഹിക്കപ്പെടും.
അത് തുടർന്നാൽ നീ ലോകക്കാരോടൊപ്പം നീ ലോകത്തിന്റെ നിയന്ത്രണത്തിലാവും, സാത്താന്റെ നിയന്ത്രണത്തിലാവും. ഹല്ലേലൂയ. അപ്പൊ ദാനിയേലിന്റെ ജീവിതത്തിൽ തനിക്കെതിരെ രേഖ എഴുതിയിരിക്കുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ ദാനിയേൽ ദൈവത്തിനെ പ്രാർത്ഥിച്ച പ്രാർത്ഥന മറുപടി എന്ത് ചെയ്തു? ദൈവം കൊടുത്തു. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന പല്ല് തേച്ച് കുളിക്കുമ്പോൾ ദൈവമേ, എന്റെ പല്ലുകൾ, എന്റെ ശരീരം, എന്റെ അവയവങ്ങൾ ശുദ്ധിയായാൽ മാത്രം പോരാ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആത്മാവും ശരീരവും പ്രാണനും ഹല്ലേലൂയ ശുദ്ധീകരിക്കപ്പെടണം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകും, പല്ല് തേച്ച് സ്തോത്രം പല്ല് തേച്ച് കുളിക്കും. പല്ല് തേച്ച് നന്നായിട്ട് മുഖം കഴുകി കുളിക്കും. ഹല്ലേലൂയ. ആണുങ്ങളാണെങ്കിൽ പല്ല് തേച്ച് ക്ലീൻ ഷേവൊക്കെ ചെയ്താലും വൃത്തിയായിട്ടിറങ്ങി നമ്മുടെ ശരീരത്തിന്റെ ചെടികളെയൊക്കെ മാറ്റി ഇറങ്ങി നമ്മൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട്, കർത്താവേ, എന്റെ ശരീരത്തെ ഞാൻ വെളിപ്പാക്കി എടുക്കുന്ന പോലെ എന്റെ ആത്മാവും പ്രാണൻ ശരീരത്തിനകത്ത് എന്റെ ആത്മാവിനെയും പ്രാണനെയും കൂടെ ശുദ്ധീകരിക്കണമേ. നമുക്കൊരു വലിയ പ്രാർത്ഥന ഉണ്ടാകണം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ നമ്മളൊരു ആത്മാവ് അല്ലെങ്കിൽ എന്റെ ആത്മാവും ശരീരം പ്രാണനും വിശുദ്ധിയായിരിക്കണം. നിന്റെ രക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കണമേ എന്ന് നിങ്ങൾ പറയണം. കർത്താവ്, എന്റെ ആത്മാവും പ്രാണനും ശരീരത്തെ അങ്ങയുടെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് നിർമ്മലമായ ഒരു ജീവിതം നയിപ്പാൻ, സത്യസന്ധമായ, നിഷ്കളങ്കമായ, പവിത്രമായ, സുതാര്യമായ ഒരു ജീവിതം നയിപ്പാൻ അങ്ങയുടെ സന്നിധിയില് പവിത്രമായി നിൽക്കുവാൻ എനിക്ക് അതിനുള്ള കൃപ നൽകണമേ എന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നിയമങ്ങളും ഒരുപാട് ചട്ടങ്ങളും ഒന്നുമില്ല കേട്ടോ. പക്ഷെ അത് വിശുദ്ധിയിലേക്ക് വരുമ്പോൾ അതിന്റെ പ്രമാണത്തിനനുസരിച്ച് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ വചനം നിന്നെ ഉപദേശിക്കും. അതിന് വചനം കൂടെ വായിക്കണം. വേദപുസ്തകം വായിക്കുമ്പോൾ, സത്യവേദപുസ്തകം വായിക്കുമ്പോൾ ഒരു ഭക്തൻ എങ്ങനെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയ്ക്കകത്ത് എന്തെല്ലാം ഒതുങ്ങണം, പ്രാർത്ഥനയ്ക്കകത്ത് എന്തെല്ലാം അടിസ്ഥാനം ഉണ്ടായിരിക്കണമെന്ന് അത് സത്യവേദപുസ്തകം വെളിപ്പെടുത്തി തരും. അതിനാ വേദപുസ്തകം ആദ്യോടെന്തോ അവസാനം വായിക്കാൻ പറയുന്നത്. നിങ്ങൾ ഈ 2026 ഒരു തീരുമാനം എടുക്കണം. എന്ത് തീരുമാനമാണ്? 2026 സത്യവേദ പുസ്തകത്തിനകത്തെ കാര്യം ഞാൻ പറയുന്നുണ്ട്. സത്യവേദ പുസ്തകത്തിനകത്ത് ഈ കറുത്ത പൈനിട്ട് സത്യവേദ പുസ്തകത്തിനകത്തെ 66 പുസ്തകങ്ങളുണ്ട്. അതിൽ കൂടുതലൊക്കെ എഴുതി വെച്ച പുസ്തകമുണ്ട്. അതിൽ കൂടുതലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഓരോരുത്തർ സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം നിയോഗപ്രകാരം, സ്വന്തം താല്പര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് വേറെ പുസ്തകങ്ങളുണ്ട് ബൈബിൾ കേട്ടോ. ആ പുസ്തകത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. മനുഷ്യന്റെ ഇഷ്ടത്തിൽ ഇതല്ല, പരിശുദ്ധാത്മാവിൽ നമുക്ക് എഴുതിയെത്തുന്ന സത്യവേദ പുസ്തകം 66 പുസ്തകം, ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ അടങ്ങിയിരിക്കുന്ന 66 പുസ്തകത്തിനകത്തെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾ വായിച്ചിരിക്കണം. ഈ വർഷം നിങ്ങൾ എന്തെങ്കിലും തീരുമാനം, ഞാൻ ഈ വർഷം ബൈബിൾ പൂർണ്ണമായിട്ട് 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഞാൻ ആവർത്തിച്ച് വായിക്കും തീരുമാനം നീ എടുക്കാം. അങ്ങനെ ബൈബിൾ നീ ഉൽപ്പത്തി തൊട്ട് വായിച്ചു തുടങ്ങുമ്പോൾ അത് വെളിപ്പാട് വരെ കൊണ്ടെത്തിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രാർത്ഥിക്കുള്ള അവസരം ദൈവം തരും. പ്രാർത്ഥിക്കേണ്ട നിയമങ്ങളും വ്യവസ്ഥകളും ചട്ടങ്ങളും വിധികളും എങ്ങനെ പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കണം, ഏത് നേരത്ത്, ഏത് സാഹചര്യത്തിൽ, എവിടെ വെച്ച് എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു നല്ല വെളിപ്പാട് കർത്താവ് നിനക്ക് തരും. അതുകൊണ്ട് നിങ്ങൾ 2027 ബൈബിൾ പൂർണ്ണമായിട്ട് വായിക്കണം. നിങ്ങളുടെ ഒരു ദിവസം പോലും നീ പ്രാർത്ഥന നഷ്ടപ്പെടുത്തരുത്. ഒരു ദിവസം പോലും നീ പ്രാർത്ഥിക്കാതെ കിടക്കരുത്. ഹല്ലേലൂയ. നീ എഴുന്നേറ്റ് വന്നാൽ, നീ വെളുപ്പിനെ കണ്ണു ചിമ്മി എഴുന്നേറ്റ് അപ്പോൾ നീ പ്രാർത്ഥിച്ചേക്കണം. വൈകിട്ട് നിന്റെ കിടക്കയിൽ നീ കിടക്കാൻ ചെല്ലുമ്പോൾ നീ പ്രാർത്ഥിച്ചിട്ടേ കിടക്കാവുള്ളൂ. ഹല്ലേലൂയ. അതിന്റെ പ്രഭാതത്തിന്റെ കുടുംബ പ്രാർത്ഥന, വൈകിട്ട് നിന്റെ സന്ധ്യാപ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, ഇതൊന്നും നഷ്ടപ്പെടുത്തി കളയരുത്. കർത്താവ് വരാൻ സമയമായി. ഹല്ലേലൂയ. കാഹളം ധരിക്കുന്ന സമയമായി. നാം നിത്യതയിലെത്തണമെങ്കിൽ, ദൈവരാജ്യത്തിലെത്തണമെങ്കിൽ പ്രാർത്ഥനയാണ് അതിന് മുഖാന്തരം കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ഞാൻ ഒരു ദിവസം ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് പേര് സങ്കടം പറയാനൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. വിളിച്ച് പ്രാർത്ഥിക്കും. ഞാൻ അവർക്ക് വേണ്ടി വളരെ ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കും. അത് മാത്രമല്ല, തുടർന്ന് വീണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അത് എന്തുകൊണ്ട് അത് ചെയ്യുന്നു അറിയാമോ? ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന ഒരു വിശ്വാസമുള്ളത് കൊണ്ടാണ് അവരെന്നോട് പ്രാർത്ഥിക്കാൻ എന്നെ വിളിക്കുകയും എന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരിക്കലും അതിനകത്ത് കളങ്കം കാണിക്കാൻ പാടില്ല, ഒരിക്കലും അതിനകത്ത് അവിശ്വസത കാണിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ആ സാരമുള്ള സൗകര്യം ഞാൻ പ്രാർത്ഥിച്ചേക്കാം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അവരുടെ വിശ്വാസത്തിനകത്ത് നമ്മുടെ ആ സാന്നിധ്യം നിറയണം. ഹല്ലേലൂയ. കാരണം നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്കതിനൊരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ദാനിയേലിന്റെ ജീവിതത്തിനകത്ത് വലിയ തിരക്കുള്ള മനുഷ്യരാ ബാബേൽ രാജ്യത്ത് സകല സകലത്തിന് മേൽ അധികാരമുള്ളവരാ. എന്നിട്ടും പ്രാർത്ഥനയ്ക്ക് സമയത്തെ വേർതിരിച്ചെങ്കിൽ നീ തിരക്കൊന്നും പറഞ്ഞു ഒഴിയരുത് കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവമേ, നിന്റെ രക്ഷയുടെ വസ്ത്രം
നിന്റെ നീതിയുടെ വസ്ത്രം എന്നെ ധരിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവത്തോട് കൂടെ ചേരുമ്പോൾ ദൈവം നിങ്ങളോട് കൂടെ ചേരും. കർത്താവിനോട് പറഞ്ഞ, കർത്താവ്, ആ നീതിയുടെ വസ്ത്രം, ആ രക്ഷയുടെ വസ്ത്രം, ആ തേജസ്സിന്റെ വസ്ത്രം എന്നെ ധരിപ്പിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ കർത്താവിനോട് ചേരുമ്പോൾ കർത്താവ് നിങ്ങളോട് ചേരും. ഹല്ലേലൂയ. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ വലം കൈ പിടിച്ച് നടത്തുവാൻ കർത്താവിന്റെ അദൃശ്യമായ കരം നിന്നോട് കൂടെയിരിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള ദൈവ ശബ്ദം നിന്റെ ആത്മാവിൽ നിനക്ക് കേൾക്കുവാൻ കഴിയും. രക്തം ചെയ്യും. നിങ്ങൾ ദൈവശബ്ദം കേൾക്കാറുണ്ടോ? ശരിയ, നിങ്ങൾ ദൈവശബ്ദം കേൾക്കാറുണ്ടോ? വീണ്ടും ഞാൻ ചോദിക്കുക, നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ അതിനകത്ത് മറ്റും ചിന്തിക്കുക. വീണ്ടും ഞാൻ ചോദിക്കും, നിങ്ങൾ ദൈവശബ്ദം കേൾക്കാറുണ്ടോ? ഈശ്വരോട് അല്ലേ? ദൈവശബ്ദം കേട്ടിട്ടില്ലെങ്കിൽ 2026 ദൈവശബ്ദം കേൾക്കണം. ദൈവശബ്ദം കേട്ടിട്ടില്ലെങ്കിൽ ഈ 2026 നിങ്ങൾ ദൈവശബ്ദം കേൾക്കണം. ദൈവശബ്ദം കേൾക്കാൻ എന്ത് ചെയ്യണം? ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടിയിട്ട് നീ ബൈബിൾ ആവർത്തിച്ച് വായിക്കണം. മുമ്പ് പറഞ്ഞു, നീ ഇടപെടാതെ പ്രാർത്ഥിക്കണം. ഏത് നേരത്തും പ്രാർത്ഥിക്കും. ദൈവശബ്ദം നിന്റെ കാതുകളിൽ, നിന്റെ ആത്മാവിൽ നീ കേൾക്കും. ദൈവാത്മാവ് നിന്നോട് വ്യക്തമായിട്ട് സംസാരിക്കും. നിന്റെ സകല സങ്കടങ്ങളെ ദൈവം ഈ 2026 മാറ്റിത്തരും. നിന്റെ തകർന്നു കിടക്കുന്ന അടിസ്ഥാനമുണ്ട്, തകർന്നു കിടക്കുന്ന ജീവിതമുണ്ടല്ലോ, ദൈവം പുനഃസ്ഥാപിക്കുന്ന വർഷമായത്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് ചില പ്രത്യാശയുടെ ചില പുതിയ വഴികളെ ദൈവം തുറക്കുന്ന നാളുകളാണ്. നിന്റെ തകർന്ന പോയി ബിസിനസ്സിനെ ദൈവം പുതുക്കിയെടുക്കാൻ, നിനക്ക് നഷ്ടപ്പെട്ട ജോലി ദൈവം തിരിച്ചു തരും. മുടങ്ങിക്കിടക്കുന്ന സാലറി ദൈവം നിനക്ക് തരാൻ പോവുകയാ. നാളുകളായി നീ കിടക്കയിലാണോ? ദൈവം നിന്നെ നരിയാണി ഉറപ്പിച്ച് എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. നിന്റെ ഭർത്താവ് മദ്യപാനിയാണോ? ദൈവം അതിന് ഒരു വിടുതലെടുക്കാൻ ആഗ്രഹിക്കും. നിന്റെ മക്കൾ ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുകയാണോ? അതിന് വിടുവിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അനവധി കോളേജ് മെഡിസിൻ പഠിക്കുന്ന ഒരു ഡോക്ടർ അടക്കം, മെഡിസിൻ പഠിക്കുന്ന ഡോക്ടർ അടക്കം, അനവധി മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം MDMA മറ്റ് അനവധി കഞ്ചാവുമായിട്ട് പിടിക്കപ്പെട്ടത്. ഹല്ലേലൂയ. ഒന്ന് ഓർത്തു വയ്ക്കുക, മാതാപിതാക്കൾ എത്ര പ്രതീക്ഷയോടെയാണ് മക്കളെ പഠിപ്പിച്ച് MBBS അവർ മറ്റ് മെഡിസിൻ മേഖലയെ പഠിപ്പിച്ചെടുക്കുന്നത്. അവരെത്രമാത്രം കഷ്ടപ്പെട്ട് കണ്ണൂരിലൂടെ പഠിപ്പിക്കുന്നു. എന്നിട്ട് നമ്മുടെ ഈ മക്കളൊക്കെ മറ്റ് പഠിക്കാൻ കോളേജിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവർ MDMA പോലുള്ള കഞ്ചാവ് അടക്കമുള്ള മറ്റെല്ലാം ലഹരിക്കും അടിമയായി പോലീസ് മേഖലയിൽ പിടിക്കപ്പെട്ട് അവരുടെ ജീവിതം എന്നതേക്കുമായിട്ട് തകർന്നു പോകുന്നത് കണ്ടില്ലേ? എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന യുവതി യുവാക്കളെ, കുമാരക്കൾ പറയട്ടെ, നീ ഒരിക്കലും ലോകത്തിന്റെ പാപങ്ങളിലേക്ക് പോകാതെ, ലോകക്കരപതി കൂട്ടുകൂടാതെ നിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തെ നീ പണിതെടുക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിലേക്ക് വരണം. ഹല്ലേലൂയ. നീ ദൈവമായിട്ട് ബന്ധപ്പെട്ട് നടക്കണം. ലോകമല്ല നിന്നെ നടത്തേണ്ടത് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണമെന്ന് ലേവ്യ പുസ്തകം 6:13 പറയുന്നു. കെരുവുകളിലെയും സാറാപ്പുകളിലെയും ധ്വനി എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന, രാപ്പകൽ വിശ്രമം കൂടാതെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 4:8 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 4:5 നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പേരിലെ നിന്റെ ഹൃദയമാകുന്ന യാഗപീഠത്തെ തീ കെട്ടുപോകാതെ ഏതു നേരത്തെ നീ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിനെ ഉപസിച്ചുകൊണ്ട് നിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ നീ ദൈവത്തോട് പറയണം. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ തകർച്ച ദൈവം മാറ്റാൻ ആഗ്രഹിക്കുന്നു. നിന്റെ സങ്കടങ്ങളെ ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ഉയർച്ച ദൈവം നിനക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കഷ്ടപ്പാടുകൾ കണ്ട്, നിന്റെ കണ്ണുനീര് കണ്ട ദൈവം നിന്നോട് മനസ്സരിവ് കാണിക്കുന്ന ദൈവമാണ്. അത് ഇതുപോലെ എന്നോടൊപ്പം പ്രാർത്ഥിക്കാമോ? എന്നോട് പറയാം, കർത്താവേ, എന്റെ നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥന ജീവിതം, വചനധ്യാനം, എന്റെ കൂട്ടായ്മകൾ അതെല്ലാം വീണ്ടെടുത്ത് 2026 എന്ന് പറയുന്ന ഈ ജനുവരി മാസം 2-ാം തീയതി തൊട്ട് എന്റെ സകല കഴിഞ്ഞകാല പ്രവൃത്തികൾ ഞാൻ മാറ്റിവെച്ച് അങ്ങയോട് ചേർന്ന് വസിച്ച് പ്രാർത്ഥനയും പുലരുവാൻ ആഗ്രഹിക്കുന്നു. എന്നോട് കർമ്മ കാണിക്കണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്, കണ്ണുകളുടെ ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ലോക രാജ്യങ്ങളെ കണ്ണുനീരിൽ കടന്നുപോകുന്ന പ്രതിസന്ധിയിൽ, രോഗത്തിൽ, കഷ്ടതയിൽ, കടങ്ങളിൽ, കെണികളിൽ വിവിധമായി മരണകരമായ അനുഭവങ്ങൾ തകർന്ന് കിടക്കുന്ന ജീവിതങ്ങൾ, കർത്താവ്, ഈ ജനത്തിന് വിടുതലും ആശ്വാസം കൊടുക്കണമേ. ലോകപാടിൽ 800 കോടി ജനത്തിലൂടെ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കും. കഷ്ടം സഹിക്കുക, ജോലിയില്ലാതെ ജോലി നഷ്ടക്കടക്കിനെ കടന്നു പോകുന്നവർ, രോഗത്താൽ, ഭാരത്താൽ, ഇത് ശാപങ്ങളാൽ, ബന്ധനങ്ങളാൽ, മദ്യത്തിലും മയക്കിനും ലഹരിക്കും അടിപ്പെട്ട് കടന്നു പോകുന്ന ചിത്രങ്ങളെ വിട്ടികൾ, ശൈശവത്തിന് ഭാര്യ, കൗമാരം, യൗവനത്തിലും വാർത്തയിലും വൃത്തരും, അശനയാഞ്ച, ഓർഫന, ചോട്ടയിലും തടമുറയിലായിരിക്കുന്ന എല്ലാവരും കർത്താവ്, ചില അടഞ്ഞുകിടക്കുന്ന, ചില മുടങ്ങിക്കിടക്കുന്ന വഴികളെ ദൈവദേശം തുറക്കണമേ. അധികാരികളുടെ ഭാഗത്ത് ചില മുടങ്ങിക്കിടക്കുന്ന കർത്താവ് അതിന് നീക്കുപോക്കില്ലാതെ താളം വെച്ച് നീണ്ടുപോകുന്ന ചില സാഹചര്യങ്ങളെ നിന്റെ ദൈവം തുറക്കണമേ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണം. സകല മുഖത്ത് എടുക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.